ഹായ് നമസ്കാരം, ഷാഫി. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്, പലരും നമ്മളെ വീഡിയോ കണ്ടിട്ട് ചോദിക്കാറുണ്ട് ഓരോ സെഗ്മെന്റിന് വേണ്ടിയിട്ട് പ്രത്യേക രൂപത്തിലുള്ള വീഡിയോസ് ചെയ്യാമോ എന്നൊക്കെ. അപ്പൊ ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് എങ്ങനെ ഒരു സോളാർ സർവീസ് കമ്പനി അല്ലെങ്കിൽ സോളാർ സർവീസ് പ്രൊവൈഡർ വാട്സപ്പിന് ഉപയോഗപ്പെടുത്തണം, അതുപോലെ പുതിയ ടെക്നോളജി എങ്ങനെ ഉപയോഗപ്പെടുത്തണം എന്നുള്ളതിനെ കുറിച്ചാണ്. ഇതിന്റെ കൂടെ നമ്മുടെ ഒരു സ്ക്രീൻ ഷെയറിംഗ് ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോ അത് തീർച്ചയായിട്ടും കാണാം. ഇതാണ് നമ്മുടെ ഒരു മാർക്കറ്റിംഗ് ചെയ്യേണ്ടതായിട്ടുള്ള, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ ഈസി ആയിട്ട് സംഭവങ്ങൾ ചെയ്യാൻ പറ്റും എന്നതിനെ കുറിച്ചുള്ള ഒരു സ്ക്രീൻ ഷെയറിംഗ് കേട്ടോ. നമുക്ക് എല്ലാവരും, നിങ്ങളെല്ലാവരും ഒരു ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ് ഇതെല്ലാം ഉപയോഗിക്കുന്നവരാവും. നല്ലൊരു സ്റ്റാൻഡേർഡ് ബിസിനസ് ആണെന്നുണ്ടെങ്കിൽ ഈ സംഭവങ്ങളെല്ലാം നിങ്ങൾ ആക്റ്റീവ് ആയിരിക്കുകയും വേണമല്ലോ. അപ്പോൾ ഫേസ്ബുക്ക് പേജ് ഇന്ന്, അതുപോലെ ഫേസ്ബുക്ക് ആഡ് ഇന്ന്, പിന്നെ ഫേസ്ബുക്കിന്റെ വീഡിയോ ഡിസ്ക്രിപ്ഷന്, ഫേസ്ബുക്ക് കമന്റ്, ഇതെല്ലാം നമുക്കൊരു വിർച്വൽ അസിസ്റ്റന്റിലേക്ക് കണക്ട് ചെയ്യാം. അതുപോലെ ഇൻസ്റ്റഗ്രാമിന്റെ ബയോ ലിങ്ക്, വീഡിയോ ഡിസ്ക്രിപ്ഷന്, കമന്റ്, പിന്നെ മെസ്സഞ്ചർ, ഇതൊന്നെല്ലാം കണക്ട് ചെയ്യാം. അതുപോലെ യൂട്യൂബിൽ നിങ്ങൾ കണ്ടന്റ് ചെയ്യാം. അതിൽ ഇതിന്റെ വീഡിയോ ഡിസ്ക്രിപ്ഷന്, കമന്റ്, യൂട്യൂബ് ആഡ്, ഇതെല്ലാം ഈ ഒരു വിർച്വൽ അസിസ്റ്റന്റ് സിസ്റ്റത്തിലേക്ക് കണക്ട് ചെയ്യാം. വെബ്സൈറ്റ് കണക്ട് ചെയ്യാം. ഓഫ്ലൈൻ ആയിട്ടുള്ള QR കോഡ്, ഇമെയില്, ഇങ്ങനെ സംഭവങ്ങളെല്ലാം ഇത് 24 hours റൺ ചെയ്യുന്ന ഒരു സംഭവമാണ്. AI ഉപയോഗിച്ചിട്ട് ചെയ്യാം, നമുക്ക് AI ഉപയോഗിക്കാണ്ട് ചെയ്യാം. ഇവിടെ നമുക്ക് ഈ ഒരു ചാറ്റ് ബോട്ട് അല്ലെങ്കിൽ വിർച്വൽ അസിസ്റ്റന്റ് എന്ത് ചെയ്യാണ്, നമുക്ക് വരുന്ന ലീഡുകളെ ഒന്ന് ഫസ്റ്റ് ചെയ്യുക, ക്വാളിഫൈ ചെയ്യും. കാരണം എല്ലാ ബിസിനസ്സുകൾക്കും വരുന്ന ഒരു പ്രശ്നമാണ് കുറെ ലീഡ് വരുന്നത്. ഇല്ലാത്ത ലീഡുകളും ഉണ്ടാവും, ആവശ്യമുള്ള സീരിയസ് ആയിട്ടുള്ള ബയേഴ്സും ഉണ്ടാവും. അപ്പൊ ഇവരെ സെഗ്മെന്റ് ചെയ്യുക അല്ലെങ്കിൽ ഇവരെ സോർട്ട് ഔട്ട് ചെയ്യുക എന്നുള്ളത് ഒരു ടാസ്ക് തന്നെയാണ്. നമുക്ക് ഒരു 100 ലീഡ് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അതിലൊരു 10-20 ലീഡ് ആയിരിക്കും നമുക്ക് സെയിൽ ആക്ച്വൽ കൺവേർഷൻ നടക്കുന്നത്. പക്ഷെ നമ്മൾ എന്താണ് ചെയ്യുന്നത്, ഈ ഒരു 100 പേരെയും വിളിച്ചിട്ടാണ് 20 പേരെ നമ്മൾ കണ്ടെത്തുന്നത്. അതിന് നമ്മളൊരു സിസ്റ്റം വെച്ച് കഴിഞ്ഞാൽ ആ സിസ്റ്റം വർക്ക് ചെയ്യുമ്പോൾ തന്നെ അവർ വരുമ്പോൾ തന്നെ അവർക്ക് ആവശ്യമായതും അവരുടെ നിന്ന് ആവശ്യമായുള്ള സംഭവങ്ങൾ നമ്മൾ കളക്ട് ചെയ്യാണ്. മറ്റേത് നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഫ്രീ ആവുമ്പോഴൊക്കെയാണ് അവരെ വിളിക്കുന്നത്. ആ സമയത്ത് ഈ വന്ന ലീഡ് അതിന്റെ ഒരു ഹോട്ട് അവസ്ഥ, ആ ചൂടുള്ള അവസ്ഥ മാറിപ്പോയിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് വെച്ചാല് നിങ്ങളുടെ ഇങ്ങനത്തെ സിസ്റ്റംസ് ഇംപ്ലിമെന്റ് ചെയ്യാം. ഇത് ഒരു പ്രോ ആക്റ്റീവ്, റിയാക്റ്റീവ് അല്ലാതെ പ്രോ ആക്റ്റീവ് ആയിട്ട് വർക്ക് ചെയ്യുന്നവർക്ക് പറഞ്ഞിട്ടുള്ള സംഭവമാണ്. നാളെ ഒരു പ്രശ്നം വരും, അല്ലെങ്കിൽ ഈ ഒരു പ്രശ്നം വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് കണ്ടെത്തി അതിന് സൊല്യൂഷൻ ചെയ്യുന്നവർക്കുള്ളതാണ്. എന്നിട്ട് ആ ഒരു സംഭവം എന്ത് ചെയ്യണം, നമ്മളത് ഇവിടെ ചെയ്യാൻ പറ്റുന്നത്, ഓട്ടോമാറ്റിക്കലി ചെയ്യാൻ പറ്റുന്ന സംഭവങ്ങൾ നമ്മൾ ചെയ്യുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഏതൊരു ബിസിനസ് അനലൈസ് ചെയ്താലും അതിൽ 60-70% റിപ്പീറ്റഡ് ടാസ്കുകൾ ഉണ്ട്. അതാണ് നമ്മൾ ഇവിടെ ഓട്ടോമാറ്റ് ചെയ്തിട്ട് നമ്മുടെ ടൈം സേവ് ചെയ്യുന്നു, നമ്മുടെ എനർജി സേവ് ചെയ്യുന്നു, നമ്മുടെ ടീമിന്റെ എഫിഷ്യൻസി കൂട്ടുകയും ചെയ്യും. എന്നിട്ട് ആ ഒരു ലീഡിനെ ക്വാളിഫൈ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഇത് വേണ്ട ടീമുകളിലേക്ക് കൊടുക്കണം. മാർക്കറ്റിംഗിലേക്ക് ടീമിനോ, സെയിൽസ് ടീമിനോ, കസ്റ്റമർ ടീമിനോ കൊടുക്കുന്നു. അതോടൊപ്പം അത് ഗൂഗിൾ ഷീറ്റിലേക്കോ അല്ലെങ്കിൽ CRM-ലേക്കോ ട്രാൻസ്ഫർ ചെയ്യുന്നു. ഇനിയിപ്പോ നിങ്ങൾ CRM ചെയ്യാനില്ലാണെങ്കിൽ ഗൂഗിൾ ഷീറ്റ് തന്നെ ധാരാളമാണ്. അപ്പൊ ആ ക്വാളിഫിക്കേഷൻ ഒക്കെ അവിടെ നടന്നു. പിന്നെ അതിന് ശേഷം നമുക്ക് വരുന്നതാണ്, ഇവരെ കൺവേർട്ട് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളൊരു റീടാർഗറ്റിംഗ് ക്യാമ്പയിൻ നടത്തുക. അത് വാട്സപ്പിലൂടെ നമ്മൾ ഓട്ടോമേറ്റഡ് ആയിട്ട് മെസ്സേജ് അയക്കുന്ന രൂപത്തിൽ തന്നെ ചെയ്യാൻ പറ്റും. ഒരു ഫണൽ മാർക്കറ്റിംഗ്, സപ്പോസ് ഇന്ന് 100 ലീഡ് വന്ന് അതിൽ പല സ്റ്റേജിലുള്ള ലീഡുകൾ ഉണ്ടാവും. ഫസ്റ്റ് ഒരു 3% പറയുകയാണെന്നുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് കൺവേർട്ട് ആയി നടക്കാം. പിന്നെ ഒരു 10% വേണമെങ്കിൽ കുറച്ച് ആളുകൾ, ഇൻട്രസ്റ്റ് ഉള്ള ആളുകൾ ഉണ്ടാവും, പക്ഷെ അവര് ഒരു കുറച്ച് ദിവസത്തിന് ശേഷമായിരിക്കും പോവുക. അപ്പൊ അവരെ നമ്മൾ സെഗ്മെന്റ് ചെയ്ത് വെച്ചിട്ട് എന്ത് ചെയ്യാണ്, അവർക്ക് വേണ്ട മെസ്സേജ് കൊടുക്കുന്നത്. ബാക്കിയുള്ളവർ ചിലപ്പം 1 മാസത്തിന് ശേഷം അല്ലെങ്കിൽ 2 മാസത്തിന് ശേഷമായിരിക്കും അവര് ആ ഒരു ആവശ്യം വേണ്ടി വരിക. അപ്പൊ ആ സമയത്തേക്ക് എന്താണ്, നമുക്ക് അവർക്ക് ആവശ്യമായ സംഭവങ്ങൾ കൊടുക്കുന്ന രൂപത്തിൽ ഓട്ടോമാറ്റ് ചെയ്തു വെക്കാം. ഇതിനെല്ലാം നമ്മൾ ഒരു ഫണൽ മാർക്കറ്റിംഗ് എന്നാണ് പറയാ.
അത് വാട്സപ്പ് ഫണൽ അല്ലെങ്കിൽ വാട്സപ്പ് ഫണൽ മാർക്കറ്റിംഗ് എന്ന് നമുക്ക് വിളിക്കാനും പറ്റും. അപ്പോ ഇതുകൊണ്ടുള്ള സംഭവം എന്താ വെച്ചാൽ നമുക്ക് കുറെ ടാസ്കുകൾ മാനുവലായിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് നമ്മുടെ ഒരു സമയം സേവ് ചെയ്ത് ചെയ്യാം. നമുക്ക് എല്ലായ്പ്പോഴും ബിസിനസ്സിൽ സ്പെൻഡ് ചെയ്യുക എന്നുള്ളതല്ല. കുറെ സമയം നമുക്ക് പേഴ്സണൽ ആയിട്ട് ഫാമിലിയുടെ കൂടെ ഇതെല്ലാം നമുക്ക് ചെലവഴിച്ചേ പറ്റുള്ളൂ. അപ്പോൾ ഇതിനൊക്കെ ഉപയോഗിക്കാൻ നമുക്ക് AI ചാറ്റ് ബോട്ടുകളോ അല്ലെങ്കിൽ AI സിസ്റ്റംസോ ഇനി AI അല്ലാതെ തന്നെ നമുക്ക് സംഭവങ്ങൾ വളരെ ചെലവ് കുറഞ്ഞ രീതിയിൽ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ ഇത്രയും സംഭവങ്ങളാണ് ഇതിൽ വരുന്നത്. ഇത് സോളാർ ആകുമ്പോൾ ഞാൻ മുമ്പ് ചെയ്തൊരു പ്രൊജക്ട് അല്ലെങ്കിൽ ഈ നമ്മുടെ ഒരു കമ്മ്യൂണിറ്റിയിലെ ഒരാള് ചെയ്ത് വളരെയധികം റിസൾട്ട് കിട്ടിയ ഒരു വീഡിയോ ഞാൻ ഇവിടെ ഇടുന്നുണ്ട്. നിങ്ങൾക്ക് മുകളിൽ ഇതായിട്ട് കാണാം, അല്ലാന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ പോയാൽ കാണാം. പിന്നെ ഇതിൽ വരുന്നത് എന്താണ്, ബൾക്ക് മെസ്സേജിങ്, അങ്ങനത്തെ കുറെ സംഭവങ്ങളുണ്ട്. മെയിൻ നിങ്ങൾ ഓട്ടോമേഷൻ ഉപയോഗിക്കുക, ഓട്ടോമേഷന്റെ സാധ്യതകൾ പരമാവധി ഉപയോഗപ്പെടുത്തുക. അപ്പൊ ഇതിനെക്കുറിച്ച് പഠിക്കാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ നമ്പർ ഉണ്ട്. അതുപോലെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക. കമ്മ്യൂണിറ്റിയിൽ നമ്മൾ എല്ലാവിധ അപ്ഡേറ്റുകളും അതുപോലെ വെബിനാറിനെ കുറിച്ചുള്ള അപ്ഡേറ്റുകളും ഇതെല്ലാം നടത്തിക്കൊണ്ടിരിക്കും. അപ്പോൾ അതിലെല്ലാം പങ്കെടുക്കുക, നിങ്ങൾ അതിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം. അപ്പോൾ വീഡിയോ കണ്ടതിന് നന്ദി. നിങ്ങൾ ഒരു ആക്ഷൻ എടുക്കാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റി ഉണ്ട്, കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാം. കൂടുതൽ കാര്യങ്ങൾ പഠിക്കുക. നമ്മൾ എപ്പോഴും പറയുന്ന ഒരു സംഭവമാണ് ലേൺ, അൺലേൺ, റീലേൺ. നിങ്ങൾ കുറെ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, പക്ഷെ അതൊന്നും ഇപ്പോൾ റെലവെന്റ് ആകൂല. നിങ്ങൾ അപ്ഡേറ്റഡ് ആയിക്കൊണ്ടേ ഇരിക്കണം. അപ്പൊ നിങ്ങൾക്ക് ലീഡ് കിട്ടുന്നില്ല അല്ലെങ്കിൽ ക്വാളിറ്റി ലീഡ് കിട്ടുന്ന അങ്ങനെ കുറെ പ്രശ്നങ്ങൾ ഉണ്ടാവാം, സെയിൽ നടക്കുന്നില്ല എന്നൊക്കെ ആയിട്ട്. അതിന് ഏറ്റവും വലിയ സൊല്യൂഷൻ ആണ് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ. പക്ഷേ ഈ ഒരു സംഭവം നിങ്ങൾക്ക് വളരെയധികം മാറ്റങ്ങൾ കൊണ്ടുവരാം. അപ്പോ നിങ്ങൾ എന്ത് ചെയ്യാം, പുതിയ കാര്യങ്ങൾ പഠിക്കുക, ലേൺ ചെയ്യാം, ഇപ്പോഴുള്ള കാര്യങ്ങൾ അൺലേൺ ചെയ്യാം, അത് മറക്കുക. നിങ്ങൾ അങ്ങനെ കുറെ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ അത് കിട്ടിയിട്ടുണ്ട് പറഞ്ഞിട്ടൊന്നും യാതൊരു കാര്യമില്ല. അപ്പോൾ കണക്ട് ചെയ്യോ, താല്പര്യം ഉണ്ടെങ്കിൽ കണക്ട് ചെയ്തോ, ഞാൻ എല്ലാവിധ ഹെൽപ്പും ചെയ്യും. താങ്ക് യു സോ മച്ച്.